കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ അതിവർഷാനുകൂല്യം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും 2019 മുതൽ മുടങ്ങിയിരിക്കുകയാണ്. കെട്ടിടനിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 16 മാസമായി കുടിശ്ശികയാണ്. ഇതുപോലെ മിക്കവാറും എല്ലാ ബോർഡുകളിലെയും പെൻഷൻ കുടിശ്ശികയായി നിൽക്കുകയാണ്. സർ, ആ സമയത്താണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മറ്റ് ബോർഡിൽ നിന്നുമായി 100-150 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. സർ, ഈ വായ്പ എടുത്ത സമയത്ത് താൽക്കാലികമായുള്ള നിയമനത്തിന് വേണ്ടി ഏകദേശം 100ഓളം ആളുകളെ പുതുതായി അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ആളുകളെ താൽക്കാലികമായി നിയമിച്ച് സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നു. സർ, അങ്ങനെ പോകുമ്പോൾ ഈ ബോർഡുകളുടെ പ്രതിസന്ധി വീണ്ടും കൂടി പെൻഷൻ മുടങ്ങുകയല്ലേ ചെയ്യുക? അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിൽ ഞാനിവിടെ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഒക്യുപ്പൻസി കെട്ടണമെങ്കിൽ തന്നെ സെസ് നൽകണം എന്നതുകൊണ്ട് ഇനി ഫണ്ട് ഫ്ലോ കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ഈ സെസ്സിൻ്റെ പിരിവിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. ഇനി അത്തരമൊരു പ്രശ്നം ഉയർന്നു വരികയില്ല. നിലവിലുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് സെസ്സിൻ്റെ പിരിവ് കാര്യക്ഷമമായിട്ട് തന്നെ നടക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.